ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഇന്ന് എന്താ പ്രത്യേകത മുട്ട? അപ്പന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഷീച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, February 25. അപ്പോൾ ഷീച്ചേട്ടൻ ഓഫീസിൽ പോയി, അമ്മ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് ലഞ്ചിൻ്റെ സമയപ്പോൾ വന്നേക്കുവാണ്. ഇന്നിപ്പോൾ ഉച്ചവരെ സ്കൂളുള്ളൂ. വെനസ്ഡേ ഉച്ചവരെ അമ്മൂന് ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഞങ്ങളതേ ഒന്ന് കേക്ക് വാങ്ങാൻ വേണ്ടി കടയിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ, ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങാൻ വേണ്ടി പോവാണ്. അമ്മ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്തു? അപ്പൊക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്തിനും കൊടുക്കണമെന്നുണ്ട്. വർക്ക്ഷോപ്പ് അല്ല, ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തോണ്ടെനിക്ക് എന്താ കൊടുക്കണമെന്ന് അറിയില്ല. എന്തിനും കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എന്താ കൊടുക്കണമെന്ന് അറിയില്ല. ഒരു കാർഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഇച്ചിരി വർക്ക് കൂടെ ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷേ എന്തായാലും 6 മണിയൊക്കെ ആവും ഓഫീസിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും എന്തെങ്കിലും ഫുഡൊക്കെ സെറ്റാക്കണം, കേക്ക് വാങ്ങണം, അത്രയേ ഉള്ളൂ. വേറെ വമ്പൻ പരിപാടികളൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് വരാം. നമ്മളങ്ങനെ കേക്കിൻ്റെ സെക്ഷൻ എത്തിയിട്ടുണ്ട്. ഏത് കേക്ക് എടുക്കും എന്നുള്ള കൺഫ്യൂഷനാണ്. ഇത്രയൊക്കെ ഇവിടെ ഉള്ളൂ കേട്ടോ, സൂപ്പർ മാർക്കറ്റിൽ. ഭയങ്കര കളക്ഷൻ ഒന്നുമില്ല ഗായ്സ് ഇവിടെ. ഏതെടുക്കും? ഇഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലും പേസ്ട്രി ഉണ്ടാക്കണം. എനിക്കൊന്നും അമ്മ ഉണ്ടാക്കണം. ദോശ ഉണ്ടാക്കി തന്നാൽ മതി. പേസ്ട്രി ക്രേപ്പല്ലേ നീ ചോദിച്ചേ? നമ്മളങ്ങനെ കേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസ്റ്ററിനൊരു ടൈം ആയതുകൊണ്ട് ഫുൾ ഈസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഈവൻ ടിഷ്യൂ വരെ മറ്റേ നമ്മുടെ ഈസ്റ്റർ ബണ്ണിയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അമ്മൂസ് എല്ലാം നോക്കുക. അപ്പോൾ ഇത് കണ്ടോ, പല വെറൈറ്റി ടിഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഷേപ്സും കളറെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മുടെ ഗാർഡനിങ്ങിൻ്റെ ഷോപ്പിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ കുറേ ഈസ്റ്റർ ബണ്ണിയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഒരു ബൊക്കെ തപ്പി നോക്കാവേ. ഏതാ? എനിക്കിഷ്ടമായില്ല. ഏറ്റവും മുകളിലത്തെ പിങ്ക് അല്ലേ? ആ പിങ്ക് അല്ലേ റോസ്? എനിക്കിഷ്ടമായില്ല. ഇതാ താഴെ പിടിച്ചെടുക്ക്. എന്നെ പോലെ തന്നെ അങ്ങനെ നമ്മളത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന വഴി നമ്മളിങ്ങനെ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വീട്ടിലോട്ട് പോവുകയാണേ. ഞങ്ങളങ്ങനെ അതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ്. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. കണ്ടോ, തണുപ്പൊക്കെ കുറഞ്ഞു, ചൂടായി. അയ്യോ, വണ്ടി കാണിച്ചു കൊടുക്കണം വിചാരിച്ചതാ. അമ്മൂൻ്റെ ഡ്രസ്സും ടോയ്ലറ്റിൻ്റെ പെയിൻറ്റിങ്ങും സെയിം. നല്ല വെയിലാണ്, തണുപ്പൊക്കെ പോയിട്ടില്ല. ചെറിയൊരു തണുപ്പുണ്ട്, എന്നാലും കുറഞ്ഞു. നമ്മുടെ ബാക്കിൽ പാർക്ക്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ടർക്കി ഷോപ്പിൽ പോയി. ടർക്കി ഷോപ്പിൽ നിന്ന് മല്ലിയില, പുതിനയില, ആ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരണത്. സൂപ്പർ അടിപൊളി. അങ്ങനെ നമ്മൾ ബൊക്കെയൊക്കെ വാങ്ങിച്ചു വീട് എത്തി. മണമുണ്ടോ? നമുക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളത്തിലിട്ടേക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും. അപ്പോൾ നമുക്കത്
നമ്മളത് അപ്പം വരുമ്പോഴത്തേക്കും മുണങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അമ്മൂസ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ മമ്മിയുടെ ബർത്ത്ഡേയും ഷീച്ചേട്ടൻ്റെ ബർത്ത്ഡേയും സെയിം ദിവസം തന്നെയാണ്. ചൂടെടുക്കണം, നല്ല ചൂട്. It's too hot. അപ്പോൾ നമ്മുടെ കുഞ്ഞി ബൊക്കെ എവിടെ ഇപ്പോൾ എടുക്കാം? അയ്യോ മതി. നല്ല ബൊക്കെയല്ലേ, സൂപ്പറല്ലേ? അപ്പം അങ്ങനെ രണ്ടുപേരുടെ ബർത്ത്ഡേ സെയിം ദിവസമാണ്. മമ്മിയുടെയും ഷീച്ചേട്ടൻ്റെയും സെയിം ദിവസം തന്നെയാണ് ബർത്ത്ഡേ. പൂക്കി ഇതേ എവിടെ ഉണ്ട് കേട്ടോ. പൂക്കി അവിടെ ഉണ്ട്. അപ്പോൾ ഇനി പരിപാടി കുക്കിംഗ്. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഷീച്ചേട്ടന് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനോർത്തു നമുക്ക് നോമ്പില്ല, ഈ വർഷം നമ്മൾ നോമ്പ് എടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ചിക്കൻ ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്തത് കുക്കിങ്ങിലോട്ട് കയറണം. ആരുടെ? കുക്കിങ്ങാ? അതെ. അപ്പം ഇനി അടുത്തത് കുക്കിങ്ങിലോട്ട് കയറട്ടെ കേട്ടാ. അങ്ങനെ അത് ബിരിയാണി മസാലയ്ക്കുള്ള സംഭവങ്ങളെല്ലാം ഞാനിവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ, മല്ലിയില, പുതിനയില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്, ഉപ്പ്, ഗരം മസാല, പിന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. കുരുമുളകും കൂടി ഇട്ടിട്ട് തൈര് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സാക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു 3 ഗ്ലാസ് അരി ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെയ്യും എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്പൈസസ് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മുടെ കുതിർത്തി വെച്ച അരി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അരി കുറച്ച് നേരം ഞാനൊന്നിങ്ങനെ വറക്കുവേ. അത് കഴിഞ്ഞിട്ട് വറുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല തിളപ്പിച്ച വെള്ളം ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ അപ്പുറത്തെ സൈഡിൽ വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം വെള്ളം ഒഴിക്കാനുള്ളൊരു സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ തിളച്ച വെള്ളം ഇപ്പോൾ അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായില്ലേ, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇട്ടും പുതിനയിലയും മല്ലിയിലയും ഇട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പും കൂടി ഇട്ടു. ഇനി നമുക്കത് മൂടി വയ്ക്കാം. അങ്ങനെ അത് അപ്പം വരുമ്പോഴത്തേക്കും കൊടുക്കാൻ വേണ്ടി ബൊക്കെ ആയിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. അറിയില്ല കേട്ടോ ഇപ്പോൾ വരുമോ അതോ ഇനി ലേറ്റ് ആവുമോ എന്നറിയില്ല. വിളിക്കാനും പറ്റില്ല, വിളിച്ചാൽ എന്താണെങ്കിലും അറിയും. പൂക്കി എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളത് അപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എത്തുമില്ലയെന്ന് അറിയില്ല. അതെല്ലാം ഡയറക്റ്റ് കയറി വരിക ചെയ്യുക. ഷീച്ചേൻ്റെ കീ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഡോറ് ഷീച്ചേട്ടൻ തന്നെ തുറന്നിട്ടാണ് കയറി വരിക. അതുകൊണ്ട് കോളിംഗ് ബെല്ലടിക്കുന്ന സമയം നമുക്ക് കിട്ടില്ല. കറക്റ്റ് എത്തണ സമയമായി കാണുന്നില്ല. വെയിറ്റ് ചെയ്യാം. ഐ ആം സ്ട്രെസ്ഡ്. എനിക്ക് ക്യൂട്ടല്ലേ? യെല്ലോ, പിങ്കും റെഡും പിന്നെ വൈറ്റും. ഞങ്ങളിവിടെ ഷീച്ചേട്ടനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഷീച്ചേട്ടൻ ഞങ്ങളെ പറ്റിച്ച്. എന്ന് വരുന്ന സമയത്ത് എത്തിയില്ല, ലേറ്റാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ ബൊക്കെയൊക്കെ പിടിച്ച് നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിളിച്ച് അപ്പോൾ പറഞ്ഞു എത്തിയിട്ടില്ല, ലേറ്റാവുന്നു. ഇനി എപ്പോൾ വരുന്നു ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റത്തെ പ്ലാൻ തന്നെ ഇവിടെ പാളിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി ഇതേ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കേട്ടോ. ഇനി എന്താവും നമുക്ക് കണ്ടറിയാം. എപ്പോൾ എത്തുമാവോ? Surprise then. Huh?
താങ്ക് യു വെരി മച്ച്. അങ്ങനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഷീചേട്ടൻ കയറി വന്നു കേട്ടോ. പിന്നെ അമ്മ വേഗം പോയി ബൊക്കെയൊക്കെ എടുത്ത് വേഗം കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഷീചേട്ടൻ നാട്ടിൽ നിന്ന് ചേച്ചി വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ എല്ലാവരും വിളിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അമ്മൂസിൻ്റെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഷീചേട്ടൻ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താൻ കഴിക്കുന്നത് എൻ്റെ ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ കുറച്ച് മോക്ടെയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറച്ചല്ല, ഞങ്ങൾക്ക് 3 പേർക്കും. അങ്ങനെ അത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓഫീസിൽ വരുമ്പോ ഡോർ നോക്ക് ചെയ്യുമ്പോ തന്നെ മോക്ടെയില്, കോക്ടെയില്, ബൊക്കെ. നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ. നമുക്ക് ബിരിയാണി എടുക്കാം. കാണിച്ച് ബിരിയാണി ഗായ്സ്. ചിക്കൻ, തൈര്, പിന്നെ അവിടുത്തെ പ്ലേറ്റ്. നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചാറില്ല, അച്ചാർ തീർന്നു, ഇട്ടില്ല. എന്താണ് ഷിജു ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത്? താങ്ക് യു വെരി മച്ച്. എന്ത് ബർത്ത്ഡേ കേക്ക്? അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇത്രയൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് കേക്ക് കട്ടിങ്ങും ഒരു ബിരിയാണി. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഇവിടെ തീർന്നിരിക്കുന്നു. പിന്നെ ഫെബ്രുവരിയിൽ കുറേ ബർത്ത്ഡേസ് ഉണ്ടായി കേട്ടോ. ഫെബ്രുവരി തുടങ്ങിയപ്പോൾ തൊട്ട് ബർത്ത്ഡേ ആണ്. ജനുവരി 30 ഷീചേട്ടൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഫെബ്രുവരി 2 ഇതളിൻ്റെ ബർത്ത്ഡേ, എൻ്റെ അനിയൻ്റെ മോളുടെ ബർത്ത്ഡേ. പിന്നെ 7th അതുലിൻ്റെ ബർത്ത്ഡേ, നമ്മുടെ ഷീച്ചറിൻ്റെയൊക്കെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ. അത് കഴിഞ്ഞ് 8th എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ. 13th അമ്മുവിൻ്റെ ബർത്ത്ഡേ. 23rd അനിയൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ. 25th ഇന്ന് ഷീച്ചേട്ടൻ്റെ ബർത്ത്ഡേ, എൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ. അങ്ങനെ ഈ മാസം മാർച്ചിൽ ഷീച്ചേട്ടൻ്റെ അപ്പൻ്റെ ഉണ്ട്, ഷീച്ചേട്ടൻ്റെ ചേച്ചിയുടെ ഉണ്ട്, എൻ്റെ അനിയൻ്റെ ഉണ്ട്. അങ്ങനെ അടുത്ത മാസം കുറേ ബർത്ത്ഡേസ് ഉണ്ട്. നല്ല ഫെബ്രുവരിയിലാണ് ഏറ്റവും കൂടുതൽ ബർത്ത്ഡേസ് കേട്ടോ. അത്രയും കൂടുതൽ ബർത്ത്ഡേ അപ്പോൾ ഫെബ്രുവരിയിൽ കുറേ ബർത്ത്ഡേസ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച അമ്മുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഈ ആഴ്ച ഷീച്ചേട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ദിവസം വേറൊരു
വീഡിയോയുടെ നമുക്ക് കാണാം. ബൈ ബൈ. അപ്പൊ ഇത്ര